മഴ തോരും മുൻപേയുടെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റീത്താമ്മച്ചിയുടെ മകനായ ജെറി ചെന്ന് അലീന എൽസമ്മയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്ന് മാത്രമാണ് റീത്താമ്മച്ചിയോട് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്നോ ഒന്നും തന്നെ അവൻ പറയുന്നില്ല. അതുകൂടാതെ അവൻ പറഞ്ഞിരുന്നു ടെൽസയെയും ടാനിയയെയും താൻ കാണാൻ പോവേണ്ടെന്നും മുകളിലേക്ക് തന്നെ കടത്തിവിടില്ലെന്നൊക്കെ അലീന പറഞ്ഞു എന്നുകൂടി. ഇതെല്ലാം ചോദിക്കാനായിട്ട് അലീനയുടെ മുമ്പിലേക്ക് വരികയാണ് റീത്താമ്മച്ചി ആദ്യം തന്നെ വന്നിട്ട് എൽസയെ തന്നെയാണ് ചീത്ത പറയുന്നത്. എൽസാമ്മച്ചി ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് എൽസാമ്മച്ചി ടെറസിൽ തുണികളൊക്കെ വിരിക്കുന്ന തിരക്കിലായിരുന്നു. അവരോടായിട്ട് റീത്താമ്മച്ചി ചോദിക്കുകയാണ്, എൻ്റെ മകൻ ഈ വീട്ടിൽ കയറി വന്ന് അവനെ ആക്ഷേപിച്ച് ഇറക്കി വിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഈ വലിഞ്ഞു കയറി വന്നവളൊക്കെ എൻ്റെ മകനെ ചോദ്യം ചെയ്യാൻ മാത്രമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൽസാമ്മച്ചി മറുപടിയായി പറയുന്നുണ്ട്, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചില്ലെന്നൊക്കെ. തക്കം കിട്ടിയതുപോലെ അലീനയും പറയുന്നുണ്ട്, നിങ്ങളിവിടെ ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ആ പറഞ്ഞതാണ് പോയിൻ്റ്, നിങ്ങൾ ആരെയും ശ്രദ്ധിക്കുന്നില്ല എന്ന്, നിങ്ങളുടെ മക്കളെ പോലും ശ്രദ്ധിക്കുന്നില്ലെന്നൊക്കെ അലീന പറയാണ്. ഇതെല്ലാം കേട്ടിട്ട് എൽസാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവർ തിരിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. എന്നാൽ ഇതേ സമയത്ത് വല്യപ്പച്ചനും ടോജോയും ഒക്കെ ഇതൊക്കെ കേട്ടിട്ട് അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത്ര വലിയ പ്രശ്നമായോ, അല്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നമാക്കി എടുക്കുകയാണോ എന്നൊക്കെ. റീത്താമ്മച്ചി അലീനയെ കണ്ടമാനം വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ഇങ്ങനെ തൊലിവെളുപ്പ് കാണിച്ചുകൊണ്ട് ആണുങ്ങളെ വലവീശി പിടിക്കാൻ ശ്രമിക്കുകയാണെന്നും സൗന്ദര്യമുള്ള സ്ത്രീകളുടെ പിന്നാലെ ആണുങ്ങൾ വരും, അതൊക്കെ കൊട്ടാരമുറ്റത്തുള്ള ആണുങ്ങളെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്, അവരൊക്കെ നീ വന്ന് ചിരിച്ച് കാണിച്ചപ്പോഴേക്കും നിൻ്റെ അടിമയായി മാറിയതുപോലെ ഈ കുടുംബത്ത് അങ്ങനെ ആരുമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയെ വല്ലാതെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ് റീത്താമ്മച്ചി. എന്നാൽ അലീന ഇതിനൊക്കെ മറുപടി പറയുന്നതിന് മുമ്പേ തന്നെ ടെൽസ നല്ല വർത്താനം, നല്ല രീതിക്കുള്ള മറുപടിയാണ് നമ്മുടെ റീത്താമ്മച്ചിക്ക് നൽകുന്നത്. നിങ്ങളാദ്യം ചേച്ചിയെ വഴക്ക് പറയുന്നതിനും ചേച്ചി പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും ചേച്ചിയെ തന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മകൻ നല്ലതാണോ എന്ന് സ്വയം ഒന്ന് ചോദിക്കുന്നതും മകനോട് ചോദിക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം നിങ്ങളുടെ മകനെക്കുറിച്ച് നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതലാണ് ആ ജെറി എന്ന മനുഷ്യൻ്റെ കഥകളെന്നൊക്കെ ടെൽസ പറയുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് എൽസയ്ക്കും റീത്തയ്ക്കും വല്യപ്പച്ചനും എന്തിന് ടോജോ പോലും ഇവൾക്ക് ഇത്രയ്ക്ക് സാമർഥ്യമായോ റീത്താമ്മച്ചിയെ പോലെ ഒരാളോട് സംസാരിക്കാനെന്നൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. വല്യപ്പച്ചന് ഞെട്ടൽ വന്നത് മറ്റൊന്നും കൊണ്ടല്ല, താൻ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ ഒരു പൂച്ചയെപ്പോലെ പതുങ്ങിയിരുന്നിരുന്നവളാണ് ഈ ടെൽസ എന്ന് പറയുന്ന ആ പെൺകുട്ടി. അവൾക്ക് ഇങ്ങനെ മുഖത്ത് നോക്കി തൻ്റേതായ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ 1-2 ദിവസം കൊണ്ട് സാധിച്ചതിൽ വല്ലാത്തൊരതിശയം വല്യപ്പച്ചന് തോന്നുകയാണ്. അപ്പോൾ വല്യപ്പച്ചൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, പട്ടാളക്കാരനായ ഒരച്ഛൻ്റെ മകളല്ലേ, ഇതൊക്കെ കൂടെ ജീവിക്കുന്നവരെ പേടിച്ചിട്ടാണ് അവൾ തൻ്റേതായ അഭിപ്രായങ്ങളൊന്നും ആരോടും പറയാതിരുന്നിരുന്നതെന്നൊക്കെ വല്യപ്പച്ചൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആ സമയത്ത് ചിന്തിക്കുകയാണ്. ടെൽസ താഴെ ഇറങ്ങി വന്നിട്ട് റീത്താമ്മച്ചിയുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ മകൻ്റെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, 1-2 ഒന്നുമല്ല. നിങ്ങളുടെ മകനെ ബാംഗ്ലൂരിൽ കോളേജിൽ നിന്നും പിരിച്ചുവിട്ടത് എന്തിനാണെന്നും ഇപ്പോഴും ചെന്നൈയിൽ കേസിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ജെറി പോകുന്നത് എന്തിനാണെന്നും എല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കും എൻ്റെ സഹോദരിക്കും അറിയാം. അതൊക്കെ ഇപ്പോൾ അലീന ചേച്ചിക്കും അറിയാവുന്നത് തന്നെയാണ്. വെറുതെ നിങ്ങൾ എന്നെക്കൊണ്ട് അതൊക്കെ പറയിപ്പിക്കരുത്. കാര്യം ശരി തന്നെയാണ്, ഞങ്ങളുടെ പപ്പ ഞങ്ങളെ നോക്കുകയോ കാണാൻ വരികയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഞാനിതൊക്കെ പറഞ്ഞ് വിളിച്ചാലുണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണെന്നൊക്കെ ടെൽസ റീത്തയുടെ മുഖത്ത് നോക്കി തന്നെ പറയാണ് കേട്ടോ. നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് പോലും വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വന്ന് കിടന്ന് ഇങ്ങനെ കുരയ്ക്കുമായിരുന്നോ എന്നൊക്കെ ടെൽസ അവരുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുന്നത് കണ്ടിട്ട് റീത്താമ്മച്ചിക്ക് ദേഷ്യം വന്നിട്ട് റീത്താമ്മച്ചി മുഖത്തടിക്കാനായി കൈ ഉയർത്തുന്നുണ്ട്.
നിനക്ക് എത്രത്തോളം ധൈര്യമുണ്ടായിട്ട് വേണോടി എൻ്റെ മുഖത്ത് നോക്കി എന്നോടിതൊക്കെ പറയാൻ? ഞാൻ വെച്ച് നീട്ടിയ ഭിക്ഷച്ചോറ് തിന്ന് വളർന്നവളാണെന്ന് പറഞ്ഞുകൊണ്ട് കൈ പൊക്കി അവളെ അടിക്കാൻ നേരത്ത് ആ കൈകളിൽ കയറി പിടിക്കുകയാണ് ടോജോ. ഇത് കണ്ട അലീനയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവിടെ ഒരു വഴക്ക് സൃഷ്ടിക്കുന്നതിലല്ല, ഇതിനൊക്കെ പ്രതികരിക്കാൻ ഇവർക്കൊരു ധൈര്യം വന്നിട്ടുണ്ടല്ലോ എന്നൊരു സന്തോഷമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റീത്താമ്മച്ചിക്ക് ഇതൊക്കെ കണ്ടു നിന്നിട്ട് വല്ലാത്ത ദേഷ്യവും അതേപോലെ സങ്കടവും തോന്നുന്നുണ്ട്. കാരണം താൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇവരൊക്കെ തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന്. എന്നും ഒരടിമകളാക്കി നിർത്തിയിരിക്കുകയായിരുന്നു തൻ്റെ സഹോദരിയായ എൽസമ്മയെയും അവരുടെ 3 മക്കളെയും. അവർക്ക് കിട്ടേണ്ട സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം തൻ്റെ പക്കലൊരു വീട് വെച്ച് അവിടെ താമസിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. വീട് വെച്ചതും വെപ്പിച്ചതൊക്കെ റീത്താമ്മച്ചിയുടെ പ്ലാനായിരുന്നു. വീട് വെച്ചതൊക്കെ സ്റ്റാൻലി ജോസഫ് തന്നെയാണെങ്കിലും തൻ്റെ കൺവെട്ടത്തു നിന്നും ഇവരെ മാറ്റാതിരിക്കാനുള്ള എല്ലാ അടവുകളും റീത്താമ്മച്ചി തുടക്കം മുതലേ എടുത്തിരുന്നു. റീത്താമ്മച്ചിയുടെ കൈകൾ കയറി പിടിച്ചിട്ട് അവൻ ആ കൈകൾ കുടഞ്ഞുകൊണ്ട് താഴേക്കിടുകയാണ് ടോജോ. ഇത് കാണുന്ന എൽസ അവനെ തോളിൽ ഷോൾഡറിനെ തട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, നീ എന്താണ് ടോജോ ഈ കാണിക്കുന്നത്? നീ വല്യമ്മച്ചിക്ക് നേരെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളുടെ വായിൽ നിന്ന് വന്ന വർത്തമാനങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടല്ലേ വല്യമ്മച്ചി അവളെ അടിക്കാൻ കൈയൊങ്ങിയത്? സോറി പറയടാ, മാപ്പ് പറയടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എൽസാമ്മച്ചിക്ക് അവൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ അവന് അത് തോന്നുകയാണെങ്കിൽ മാത്രം അവനത് മാപ്പ് പറഞ്ഞാൽ മതിയെന്ന്. എൽസാമ്മച്ചിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അലീന അതിന് ഇടയിൽ കയറി സംസാരിച്ചത്. എൽസാമ്മച്ചി അലീനയോടായി പറയുന്നുണ്ട്, നീ കുറച്ച് ദിവസത്തേക്കാണ് ഇവിടെ താമസിക്കാൻ വന്നത്, അതും നിൻ്റെ സാമർത്ഥ്യത്തിന്. നീ വെറുതെ എന്നെയും എൻ്റെ ചേച്ചിയെയും ഞങ്ങളുടെ മക്കൾ ഒരുപോലെ ഒരു കുടുംബം പോലെ കഴിയുന്ന ഞങ്ങളുടെ മക്കളെയും തെറ്റിക്കാൻ നീ ശ്രമിക്കരുത്. കർത്താവിനെ പിടിച്ച് സത്യം ചെയ്ത് ഞാൻ പറയാണ്, ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഛിന്ന ഭിന്നമാക്കി കളയരുത്. ഒരു അമ്മച്ചിയുടെ വാക്കായിട്ട് നീ ഇതെടുക്കണം അലീന എന്നൊക്കെ പറയുന്നുണ്ട്. അലീന ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എൽസാമ്മച്ചിയുടെ നേർക്ക് നിന്നുകൊണ്ട് അലീന പറയാണ്, എൽസാമ്മച്ചി, ഇത് വഴക്കുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നതല്ല, കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കി കളയാനും നോക്കുന്നതല്ല. നിങ്ങൾക്ക് ഒരല്പമെങ്കിലും ബോധം വെക്കണം. അതായത് നിങ്ങളെ സ്നേഹിക്കുന്നവരാരാണെന്നും നിങ്ങളെ സംരക്ഷിക്കുന്നവരാരാണെന്നും നിങ്ങളുടെ ശത്രുവും മിത്രവും ആരാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണമെന്നൊക്കെ അലീന പറയാണ്. നീ അതിനൊരുപാട് വെള്ളം കുടിക്കേണ്ടി വരുമല്ലോടി കൊച്ചേ എന്നുകൂടി റീത്താമ്മച്ചി പറയുന്നുണ്ട്. അലീന അപ്പോൾ പറയുകയാണ്, പണ്ട് ഞങ്ങളുടെ ബ്രിജിത മമ്മി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉപ്പ് തിന്നുന്നവൻ അങ്ങനെയുള്ളവനാണ് ധാരാളം വെള്ളം കുടിക്കാന്ന്. ഞാനാണ് ഉപ്പ് തിന്നതെങ്കിൽ ഞാൻ വെള്ളം കുടിക്കാൻ തയ്യാറാണ്. മറിച്ച് റീത്താമ്മച്ചിയാണ് അങ്ങനെ ചെയ്തതെങ്കിൽ റീത്താമ്മച്ചി തന്നെ വെള്ളം കുടിക്കേണ്ടി വരുമെന്ന് അലീന പറഞ്ഞത് കേട്ട് റീത്താമ്മച്ചി ഒന്ന് ഞെട്ടി. ഇവൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വന്ന് നിൽക്കുന്നതെന്ന് റീത്താമ്മച്ചിക്കും മനസ്സിലാവുന്നുണ്ട്. ഇതേ സമയം റീത്താമ്മച്ചി മറുത്തൊന്നും പറയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഈ സമയം ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നും തൻ്റെ സഹോദരന്മാരെ വിളിക്കണമെന്നും അവരോടായി സംസാരിക്കണമെന്നും ഒക്കെ ചിന്തിക്കുകയാണ് റീത്താമ്മച്ചി. ആ സമയത്ത് അവരവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എൽസാമ്മച്ചി ടെൽസയുടെയും ടോജോയുടെയും കൈകളിൽ കയറി പിടിച്ചിട്ട് ഇവിടെ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും വലിച്ച് മുറിയിലേക്ക് കയറാൻ നേരത്ത് അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ എൽസാമ്മയുടെ കൈ കുടഞ്ഞ് അവരിൽ നിന്നും വേർപെടുത്താണ്. എൽസാമ്മച്ചിയോടായിട്ട് ടോജോ പറയുന്നുണ്ട്, ഞങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഇനി അമ്മച്ചി മാനിക്കണം. ഈ റീത്താമ്മച്ചി വന്ന് പറയുന്നത് മാത്രമല്ല സത്യമെന്ന് അമ്മച്ചിയെങ്കിലും ഇനി കുറച്ചെങ്കിലും ചിന്തിച്ചെടുക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൽസയ്ക്ക് പെട്ടെന്ന് ഇവരിലൊക്കെ ഇത്രയ്ക്ക് മാറ്റം സംഭവിച്ചോ എന്ന് അതിശയം തോന്നുകയാണ്. ഇത് അലീന എന്ന് പറയുന്ന ഇവൾ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞപ്പോഴേക്കും ഇവനിൽ ഇത്രയ്ക്ക് മാറ്റങ്ങളുണ്ടായോ എന്നൊക്കെ അവർക്ക് തോന്നുകയാണ് കേട്ടോ. ടോജോയ്ക്ക് പണ്ടേ അറിയാമായിരുന്നു ഈ റീത്താമ്മച്ചി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ടെന്നും തൻ്റെ പപ്പ അയക്കുന്ന ക്യാഷൊക്കെ ഏതൊക്കെയോ വഴിക്ക് അവർ അവരുടേതായ കാര്യങ്ങൾക്ക് ചിലവാക്കിയിട്ട് നിസ്സാരം തുച്ഛമായൊരു എമൗണ്ടാണ് ഞങ്ങൾക്ക് തരുന്നതെന്നൊക്കെ.
എന്നാൽ അവരോട് എതിർത്ത് സംസാരിക്കാൻ അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവനെ സംബന്ധിച്ച് അവർക്ക് ഒരു ബന്ധുവായിട്ട് ആകെയുള്ളത് ഇവരൊക്കെ തന്നെയാണ്, അമ്മച്ചിയുടെ ഫാമിലി. റീത്താമ്മച്ചിയുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്കിൾമാരെല്ലാവരും റീത്താമ്മച്ചിയുടെ ഭാഗത്ത് തന്നെ നിൽക്കുള്ളൂ. എൽസാമ്മച്ചിയും മക്കളും ഒറ്റപ്പെട്ട പോലെ ആയിപ്പോകും. അതൊരിക്കലും എൽസാമ്മച്ചിക്ക് സഹിക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ടോജോ ഇതിനൊന്നും എതിർത്ത് സംസാരിക്കാതിരുന്നത്. എന്നാൽ വല്യപ്പച്ചനും അലീനയും വന്നപ്പോൾ അവൻ്റെ അപ്പച്ചൻ്റെ ആൾക്കാർ, അതായത് പപ്പയുടെ സ്റ്റാൻലി ജോസഫിൻ്റെ ആൾക്കാർ കൂടി അവർക്ക് തുണയായിട്ടുണ്ടാകുമെന്നുള്ളൊരു ബലം, വിശ്വാസം അതെല്ലാം അവന് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ എതിർത്ത് സംസാരിക്കാനുള്ളൊരു കഴിവും അല്ലെങ്കിൽ സംസാരിക്കണമെന്നൊരു തോന്നലൊക്കെ ടോജോയ്ക്ക് വന്നത്. ടോജോ വീണ്ടും എൽസാമ്മയോടായി പറയുന്നുണ്ട്, അമ്മച്ചിയോട് ഞാനാണ് പറയുന്നത്, ഇനിയെങ്കിലും എൻ്റെ വാക്ക്, ഞങ്ങളുടെ വാക്ക് കൂടി അമ്മച്ചി എടുക്കണം. ഈ കർത്താവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം റീത്താമ്മച്ചിയെയും കൂടി സ്തുതിക്കണമെന്ന് പറയുന്ന അമ്മച്ചിയുടെ ആ പഴയ പല്ലവി ഇനി ഞങ്ങളോട് പാടാൻ നിൽക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞ് ടെൽസയും ടോജോയ്ക്ക് പിന്നാലെ പോകുന്നുണ്ട്. രണ്ടുപേരും പോകുന്നത് വളരെ വിഷമത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എൽസ. ഇത് കാണുന്ന അലീനയ്ക്കും ഒരല്പം വിഷമം തോന്നി. തൻ്റെ മക്കൾ രണ്ടുപേരും തൻ്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് കടന്നുപോയി എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരമ്മയുടെ നിസ്സഹായമായ അവസ്ഥ അത് അലീനയ്ക്ക് മനസ്സിലാവുമായിരുന്നു. അലീന എൽസമ്മയുടെ അരികിൽ ചെന്ന് തോളിൽ ഇങ്ങനെ കൈവയ്ക്കുകയാണ്. പെട്ടെന്ന് തന്നെ എൽസ അലീനയുടെ കൈകൾ അവരുടെ കൈകൾ ഉപയോഗിച്ച് തട്ടി മാറ്റുകയാണ്. അലീന തിരിഞ്ഞു നിന്നുകൊണ്ട് എൽസാമ്മയുടെ മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നുണ്ട്, അവരായിട്ട് ജീവിക്കട്ടെ എൽസാമ്മച്ചി. എന്തിനാണ് ഇങ്ങനെ അവരിൽ പണ്ടത്തെ ബ്രിട്ടീഷുകാരെ പോലെ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട് ജീവിപ്പിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞു പോയി. അവരായി ജീവിക്കാൻ സമയം കൊടുക്കണം. ഒരുപാട് ചൂഷണങ്ങൾ ആ കുട്ടികൾ ഇതോടകം അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാനും കേൾക്കാനും അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും എൽസാമ്മച്ചിക്ക് സമയമുണ്ടാവാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ എൽസാമ്മച്ചി കണ്ണും പൂട്ടി മറ്റുള്ളവരെ വിശ്വസിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇനിയെങ്കിലും എൽസാമ്മച്ചി അതൊക്കെ മനസ്സിലാക്കണമെന്ന് അലീന പറയാണ്. എൽസ അലീനയോടായി പറയുന്നുണ്ട്, നിൻ്റെ മന്ത്രവും തന്ത്രവും ഒക്കെ എത്രത്തോളം വരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അവരും അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. വല്യപ്പച്ചൻ അലീനയ്ക്കരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നതാടി കൊച്ചേ ഇവിടെ നടക്കുന്നത്? നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങളെന്ന്. അലീന വല്യപ്പച്ചനോടായി പറയുന്നുണ്ട്, വല്യപ്പച്ചൻ അല്ലെങ്കിൽ എന്താ ഉദ്ദേശിച്ച് വെച്ചിരുന്നത്? ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നതെന്ന് എനിക്ക് കുറച്ച് മുമ്പ് നിങ്ങളൊക്കെ കാര്യങ്ങൾ ഒരേന്നായി പറയുമ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളുടെ കിടപ്പൊന്നും അത്രയ്ക്ക് നല്ലതല്ലെന്ന്. പിന്നെ ഞാൻ എവിടം വരെയും പോകുമെന്നറിയാൻ വേണ്ടി കാത്തിരിക്കുക തന്നെയായിരുന്നു വല്യപ്പച്ച എന്നുകൂടി അലീന പറയാണ്. ഇനി വല്യപ്പച്ചൻ കണ്ടോ, കളികളൊക്കെ ഓരോന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ കളിക്കാൻ പോകുന്ന കളി എന്താണെന്ന് വല്യപ്പച്ചന് കാണണോ? എങ്കിലേ എൻ്റെ കൂടെ മുകളിലേക്ക് വായോ എന്ന് പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചനെയും കൂട്ടി അലീന മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട്. വല്യപ്പച്ചനും അലീനയും മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തൻ്റെ സഹോദരങ്ങൾ 3 പേരും കൂടി ഒരു മുറിയിൽ തന്നെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് ചേച്ചി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ വന്നു, അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് അങ്ങനെയൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ പറയാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ നമ്മൾക്ക് ആരുമില്ലെന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഇവരിലൊക്കെ നമ്മൾ അടിമപ്പെട്ട് ജീവിച്ചിരുന്നതെന്ന് കൂടി ടെൽസ ടോജോയോട് മറുപടിയായി പറയുന്നുണ്ട്. അപ്പോൾ ടോജോ ചോദിക്കുകയാണ്, നമുക്ക് എന്നും ഈ ചേച്ചി കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഈ ചേച്ചി ഇതൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് മറുപടിയായിട്ട് ഈ റീത്താമ്മച്ചിയെയും ജെറിച്ചായനെയും ഒക്കെ നമ്മളിൽ നിന്ന് അകറ്റിയിട്ട് ഈ ചേച്ചിയും വല്യപ്പച്ചനും ഒരു പോക്കങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആരാണ് ഉണ്ടാവുക എന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ അലീനയും വല്യപ്പച്ചനും മുകളിലേക്ക് കയറി ചെല്ലുന്നത്. വല്യപ്പച്ചൻ ഇത് കേട്ടപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, ഇവർ പൂർണ്ണമായിട്ടും നിന്നെ മനസ്സിലാക്കിയിട്ടില്ല മോളെ എന്ന്. അലീന പറയുകയാണപ്പോൾ, അതെങ്ങനെയാണ് വല്യപ്പച്ച, അവരെന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്? അവർക്ക് ഇന്നലെ വന്ന ഒരാളാണ് ഞാൻ, എന്നിട്ട് പോലും എൻ്റെ 1-2 വാക്ക് അവരെടുത്തിട്ടുണ്ടെങ്കിൽ
അധികം വൈകാതെ തന്നെ അവർക്ക് എന്നെ മനസ്സിലാകുമെന്ന് കൂടി അലീന പറയുന്നുണ്ട്. രണ്ടുപേരും കൂടിയും അവർക്കരികിലേക്ക് മുറിയിലേക്ക് കയറി ചെല്ലാണ്. ടോജോയ്ക്കപ്പോൾ മനസ്സിലായിട്ടോ ടോജോ പറഞ്ഞത് ചേച്ചിയും വല്യപ്പച്ചനും കേട്ടിട്ടുണ്ടെന്നുള്ളത്. ടോജോയോടായിട്ട് അലീന പറയാണ്, നീ പറഞ്ഞതിന് എനിക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ വന്ന ചേച്ചിയെ നിങ്ങളെന്നാലും ഇത്രത്തോളം വിശ്വസിച്ചല്ലോ എന്ന് തന്നെയാണ് എനിക്ക് സന്തോഷം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളെ അങ്ങനെ തള്ളിക്കളയാനും നിങ്ങളിൽ നിന്നിട്ടും ആ സ്ത്രീയെ അകറ്റി മാറ്റി നിർത്താനും മാത്രമല്ല മക്കളെ ഞാനിവിടെ വന്നത്. നിങ്ങളെ അങ്ങനെ ആ സ്ത്രീയുമായിട്ട് അകറ്റി നിർത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നല്ലതും ചീത്തയും എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. അങ്ങനെയാണ് ചേച്ചി ചിന്തിക്കുന്നത്. അതുകൂടാതെ നിങ്ങളുടെ പപ്പ എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹവുമായിട്ട് നിങ്ങൾ ഒന്നായി ജീവിക്കുക തന്നെ വേണമെന്നും പറയുകയാണ് അലീന. ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? പപ്പ ഞങ്ങളിൽ നിന്നും അകന്ന് മാറി നിൽക്കല്ലേ ചെയ്യുന്നത്? ഞങ്ങൾ എന്നാ ചെയ്തിട്ടാ? ഈ പപ്പയും അമ്മച്ചിയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെയും കൂടി ബാധിച്ചിരിക്കുകയാണെന്ന് ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഇത് ഞങ്ങൾക്കൊക്കെ നല്ല വിഷമമുണ്ട് ചേച്ചി. പക്ഷേ ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റുന്ന ചേച്ചി പറയുന്നതെന്ന് അലീനയോടായി ടോജോ ചോദിക്കുമ്പോൾ അലീന പറയാണ്, നമുക്ക് പപ്പയെ ഒന്ന് വിളിച്ചാലോ? പപ്പയോട് നിങ്ങളൊന്ന് സംസാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങളെ പപ്പ കാണുന്നതെന്ന്. മനസ്സിലായോ? അല്ലാതെ ഇവിടെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നത് പോലെയല്ല ജീവിതമെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അലീന പറയുകയാണ്. ഞാൻ വിളിക്കട്ടെ? നിങ്ങൾ ആര് പപ്പയോട് ആദ്യം സംസാരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ടാനിയ പറയാണ്, ചേച്ചി ഞാൻ സംസാരിക്കാം പപ്പയോടെന്ന്. അലീന ഉടനെ തന്നെ തൻ്റെ ഫോൺ എടുത്ത് പപ്പയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്യാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഫോൺ കയ്യിലേക്ക് വാങ്ങിയിട്ട് ടെൽസ ആ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ടെൽസ എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി കണ്ട പപ്പയൊന്നും അല്ല ഞങ്ങളോട് പെരുമാറിയിരുന്നത്. പപ്പ വളരെ സ്ട്രിക്റ്റാണ്. പപ്പയ്ക്ക് ഞങ്ങളാരും ഒന്നും ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടാറില്ല. അതുപോലെ തന്നെ ഞങ്ങളോട് എന്തോ ശത്രുതയുള്ള പോലെയാണ് പപ്പ പെരുമാറാറ്. അലീന അപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഓർമ്മ വെച്ച കാലം മുതൽ പപ്പ അങ്ങനെയായിരുന്നു എന്ന് നിനക്കറിയാലോ. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ മനുഷ്യൻ അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അതുമായിട്ട് നമ്മൾ ആദ്യമേ പൊരുത്തപ്പെട്ടു പോകാനല്ലേ ശ്രമിക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മളായിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കണമായിരുന്നു. പക്ഷേ നിങ്ങളൊക്കെ എന്താ ചെയ്തിരുന്നത്? പപ്പ അങ്ങനെയാണെന്ന് കരുതി നിങ്ങൾ പപ്പയിൽ നിന്നും പിന്മാറി നടക്കുകയാണ് ശ്രമിച്ചിരുന്നത്. അങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും വല്യപ്പച്ചൻ പറയുകയാണ്, നിങ്ങൾ ഈ അടുത്ത സമയത്തെങ്ങാനും നിങ്ങളുടെ പപ്പയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടില്ല, കണ്ടിരുന്നു. അത് അന്ന് റീത്താമ്മച്ചിയുടെ കാറ് വന്ന് പപ്പ നശിപ്പിച്ചില്ലായിരുന്നോ? അന്ന് പപ്പയെ ഞങ്ങൾ മുകളിൽ നിന്ന് കണ്ടിരുന്നു. പപ്പ വളരെ ദേഷ്യപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങളെന്നും കാണാറുള്ള അതേ പപ്പ. പക്ഷേ പപ്പയുടെ ഡ്രസ്സിങ്ങിലൊക്കെ വല്ലാതെ വ്യത്യാസം വന്ന പോലെ തോന്നിയെന്ന് പറയുകയാണ് ടെൽസ തന്നെ കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, പപ്പയുടെ ഡ്രസ്സിങ്ങിൽ മാത്രമല്ല പപ്പയുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ കൂടെ നിൽക്കുന്നവരാണ് അതൊക്കെ മാറ്റിയെടുക്കേണ്ടതെന്ന്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നിങ്ങൾ 2 ദിവസം കൊണ്ട് തന്നെ ഈ ചേച്ചി പറയുന്നത് കേൾക്കുവാനും അനുസരിക്കാനും ചേച്ചിയെ വിശ്വസിക്കാനും ഒക്കെ തുടങ്ങിയില്ലേ? പക്ഷേ പപ്പയ്ക്കുണ്ടല്ലോ ഈ ചേച്ചി പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ മാസങ്ങളോളം എടുത്തു. പക്ഷെ ഇവൾ പിന്മാറിയില്ല, പപ്പയെ മാറ്റിയെടുക്കുക തന്നെ ചെയ്തു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവളിങ്ങനെ വന്ന് നിൽക്കുന്നത് പോലും പപ്പയുടെ ആ മാറ്റത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും ഒക്കെ പിന്നിൽ സത്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലായിരുന്നുവെങ്കിൽ അവൾക്ക് ഇങ്ങനെ വരാനൊന്നും പറ്റത്തില്ലായിരുന്നുവെന്ന് വല്യപ്പച്ചൻ പറയുകയാണ്. പപ്പയോട് സംസാരിക്കാനായിട്ട് ടെൽസയ്ക്ക് എന്തോ ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ എന്തോ ഒരു പേടിയുള്ളതുപോലെയൊക്കെ അലീനയ്ക്ക് തോന്നുകയാണ്. ടെൽസയെ മാത്രം മാറ്റി നിർത്തി അലീന പറയുകയാണ്, ഏതൊരു ശാഠ്യക്കാരനായ മനുഷ്യനെയും സമാധാനപ്രിയനാക്കാനുള്ള ഏക മാർഗം സ്നേഹമാണ് മോളെ. അത് നമ്മളെ എത്ര സ്നേഹിക്കുമ്പോഴും അവർ തിരിച്ച് നമ്മളോട് കാണിക്കുന്നത് ആ ശാഠ്യം തന്നെയാണെങ്കിലും അവരുടെ മനസ്സ് അലിഞ്ഞിട്ടുണ്ടാവും.
അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ക്ഷമയോടു കൂടി തന്നെ അതിന് കാത്തിരിക്കേണ്ടി വരുമെന്ന്. കുറച്ച് മുമ്പ് വല്യപ്പച്ചൻ പറഞ്ഞില്ലേ, നിൻ്റെ അല്ല നമ്മുടെ പപ്പയെ മാറ്റിയെടുത്തത് ഞാനാണെന്ന്. അത് ഇതുപോലെ കാത്തിരുന്ന് ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് തന്നെയാണെന്ന് അലീന പറയുകയാണ്. ടെൽസയ്ക്കപ്പോൾ ചേച്ചിയോട് താൻ പറഞ്ഞതൊക്കെ ഒരല്പം കൂടിപ്പോയോ എന്നൊരു മനോവിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയോട് അവൾ പറയാണ്, ചേച്ചി ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന്. അലീന അപ്പോൾ പറയുന്നുണ്ട്, ഒരിക്കലും അല്ല എന്ന് എനിക്കറിയാം, നിങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ അമ്മച്ചി പറയുന്നിടത്തോളം പപ്പ അത്ര ക്രൂരനൊന്നുമല്ല. അദ്ദേഹം കുറച്ച് ശാഠ്യക്കാരനാണ്. അതൊരു പക്ഷേ അദ്ദേഹം ചെയ്തു പോന്നിരുന്ന ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ആകാം. സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലൈഫ് ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾക്ക് പെട്ടെന്ന് അതിൽ നിന്നൊക്കെ റിക്കവർ ആവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനെ തന്നെ തുടർന്ന് ശീലിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെയും അദ്ദേഹം അതുപോലെ തന്നെപ്പോലെ ആക്കിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അത്രയേ ഉള്ളൂ. നീ വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് പപ്പയുമായി സംസാരിച്ച് നോക്ക്, അപ്പോൾ തന്നെ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് അലീന ടെൽസയോട് പറയാണ്. സോറി ചേച്ചി പപ്പയെ വിളിച്ചോ, ഞാൻ സംസാരിച്ചോളാം, ഞങ്ങൾ സംസാരിച്ചോളാം എന്ന് വീണ്ടും ടെൽസ എടുത്ത് പറയുകയാണ് അലീനയോട്. ഉടനെ തന്നെ അലീന തൻ്റെ ഫോൺ എടുത്ത് തൻ്റെ പപ്പയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്യാണ്. 1-2 റിങ് അവിടെ ചെന്നപ്പോഴേക്കും പപ്പ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അലീനയോട് പപ്പ പറയാണ്, കുറച്ച് മുമ്പും കോള് വന്നിരുന്നു, പക്ഷേ ഫുള്ള് റിങ് ചെയ്തില്ല. നീ തന്നെ ആയിരുന്നു അല്ലേ? ഞാൻ വാഷ്റൂമിലായിരുന്നു, ഇപ്പോൾ ഇറങ്ങി വന്നതേ ഉള്ളൂ എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. പക്ഷേ മറുവശത്ത് അലീനയുടെ ശബ്ദമായിരുന്നില്ല കേട്ടോ, ടെൽസയായിരുന്നു. ടെൽസയ്ക്ക് ആ ശബ്ദം കേട്ടപ്പോഴേ ഒരു ഹലോ പോലും പറയാൻ പറ്റാതെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ തൻ്റെ ഫോണിലേക്ക് വന്ന നമ്പർ അലീനയുടേതാണല്ലോ എന്ന അർത്ഥത്തിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ടെൽസയോട് അലീന അവളുടെ ഷോൾഡറിനിട്ട് തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, തിരിച്ച് ആൻസർ പറയുമെന്ന് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ തന്നെ പറയുകയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കേട്ടോ തൻ്റെ പപ്പയും മക്കളും കൂടി സംസാരിക്കുന്നതൊക്കെ കാണാനായിട്ട്. എല്ലാവരും എന്ന് വെച്ചാൽ ടോജോയും വല്യപ്പച്ചനും ടാനിയയും അലീനയും. അപ്പോൾ തിരിച്ചവൾ പപ്പ എന്ന് വിളിക്കുകയാണ്. അദ്ദേഹത്തിന് തൻ്റെ മകളുടെ ശബ്ദം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം പക്ഷെ ചോദിച്ചത് ടെൽസയാണോ ടാനിയയാണോ എന്ന് മാത്രമാണ്, അലീനയല്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. മക്കളെ നിങ്ങളോടി, നീ ഇത് ടെൽസയാണോ ടാനിയയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ടെൽസയ്ക്ക് പെട്ടെന്ന് വല്ലാത്ത വിഷമം തോന്നി. ഒരുപാട് നാളായി പപ്പയോട് സംസാരിച്ചിട്ടൊക്കെ, അതുകൊണ്ടായിരിക്കും ഞങ്ങളെ തമ്മിൽ പപ്പയ്ക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയതെന്നൊക്കെ ടെൽസ ചിന്തിക്കുകയാണ്. സ്റ്റാൻലി വീണ്ടും ചോദിക്കുന്നുണ്ട്, മോളെ നീ ടെൽസയാണോടി എന്ന്. ടെൽസ തിരിച്ച്, അതെ പപ്പ, ഞാനാ ടെൽസയാണ്. പപ്പ എന്നെ എടുക്കുമായിരുന്നു, പപ്പ ഫുഡ് കഴിച്ചായിരുന്നോ എന്നൊക്കെ അവൾ വീണ്ടും ആകാംക്ഷയോടെ ചോദിക്കാൻ തുടങ്ങി. സ്റ്റാൻലിയും തിരിച്ച് അവരോട് വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി. വായ തോരാതെ പരസ്പരം ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നത് കണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ആ കാഴ്ച നമ്മുടെ വല്യപ്പച്ചൻ കണ്ടു നിന്നത്. വല്യപ്പച്ചൻ അത് വളരെ സന്തോഷമായി. അലീനയെ വളരെ എന്താ പറയുക, സന്തോഷപൂർവ്വം ബഹുമാനപൂർവ്വം തന്നെ അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്. ഇത്രയും കാലമായിട്ടും ഞങ്ങൾക്കാർക്കും കഴിയാത്തൊരു കാര്യമാണല്ലോ അവൾ ചെയ്തതെന്നൊക്കെയുള്ള വല്ലാത്തൊരു സന്തോഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ടെൽസ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ടാനിയയുടെ കയ്യിലും ടോജോയുടെ കയ്യിലേക്കൊക്കെ ഫോൺ കൈമാറി കൊടുക്കുന്നുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. ഫോൺ കട്ട് ചെയ്യാൻ നേരത്ത് സ്റ്റാൻലി ജോസഫ് പറയുന്നുണ്ട്, മക്കളെ നിങ്ങളെ ഒന്ന് പപ്പയ്ക്ക് കാണണമായിരുന്നല്ലോടി, എത്ര കാലമായി നിങ്ങളെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് എന്നൊക്കെ. അപ്പോൾ അവരും തിരിച്ച് പറയുന്നുണ്ട്, പപ്പ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വരാൻ തയ്യാറാണ്, പപ്പയ്ക്ക് എവിടെ വെച്ചാൽ കാണണ്ടേന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന്. അതെന്തായാലും ഞാൻ ആലോചിച്ചിട്ട് തന്നെ പറയാം. നിങ്ങൾക്ക് എന്തായാലും എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ, അതിൽ തന്നെ വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം അലീനയോട് സംസാരിക്കണം, അവളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കൂ എന്നും പറയുകയാണ്. അലീന സ്റ്റാൻലിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ ആ ഒരു ഇമോഷണലൊക്കെ അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു.
അലീന പപ്പയോട് ചോദിക്കുകയാണ്, പപ്പ കരയാണോ അതോ സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണോ എന്നൊക്കെ. അലീനയോട് അദ്ദേഹം പറയുന്നുണ്ട്, നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു മോളെ? അവരെ കാണണമെന്ന ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഞാൻ മറഞ്ഞു നിന്നാണ് അവരെ കണ്ടു പോന്നിരുന്നത്. അവർ എന്നോട് മിണ്ടിയില്ലല്ലോ എങ്കിൽ എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ നീ ചെന്ന് എത്ര പെട്ടെന്നാണ് അവരെയൊക്കെ മാറ്റിയെടുത്തത്. അലീന അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, അതൊക്കെ പിന്നെ അത്രയല്ലേ ഉള്ളൂ, എത്ര വന്നാലും നിങ്ങൾ പപ്പയും മക്കളുമാണ്. അപ്പോൾ ആ സ്നേഹം മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് മനസ്സിൽ ചെറിയ വിഷമങ്ങൾ വന്നിട്ടുണ്ടാകാം. പക്ഷെ അതിനൊന്നും ഒരിക്കലും ഒരു സീരിയസ് ആയിട്ട് മനസ്സിൻ്റെ ഏതെങ്കിലും കോണിലേക്ക് എടുത്ത് വെക്കാൻ പാടില്ല പപ്പ, അതൊക്കെ അത്രയല്ലേ ഉള്ളൂ എന്നുകൂടി അലീന പറയുന്നുണ്ട്. ഉടനെ തന്നെ ഭയങ്കര ആകാംക്ഷയോടുകൂടി സ്റ്റാൻലി ജോസഫ് പറയാണ് കേട്ടോ, നീനേ അധികം കാലം കാത്തിരിക്കൊന്നും വേണ്ട, നീ അവരെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് ഉടനെ തന്നെ ഇങ്ങ് പോര്. അവരെ കാണാനുള്ള ആകാംക്ഷയിൽ അധികം വൈകാതെ തന്നെ നമുക്ക് അവരെ കൊണ്ട് എൽസമ്മയെ ഇവിടെ എത്തിക്കാം. അല്ലെങ്കിൽ തന്നെ അവൾ അവളുടെ ചേച്ചിയുമായിട്ട് അവിടെ നിന്നോട്ടെ, അവരാകുമ്പോൾ നല്ല ചേർച്ചയാടി എന്നുകൂടി സ്റ്റാൻലി ജോസഫ് തമാശ രൂപേണയാണ് പറയുന്നതെങ്കിലും അലീന പറയുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ ഒരമ്മയുടെ മനസ്സ് ഒരുപാട് വേദനിക്കും പപ്പ. പപ്പ എന്താണ് ഒരമ്മയുടെ വിഷമം മനസ്സിലാക്കാത്തത്? അവരിത്രയും കാലം കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ കൊണ്ട് നടന്ന് വളർത്തിയ മക്കളെ പെട്ടെന്നൊരു ദിവസം വന്ന് ഞാൻ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന പോലെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും എനിക്ക് ആ അമ്മയുടെ ശാപം എൻ്റെ തലയിൽ നിന്നും പോവില്ല. പപ്പയ്ക്ക് അതൊക്കെ മനസ്സിലാവാഞ്ഞിട്ടാണ് എന്നുകൂടി പറയുകയാണ്. അലീനയ്ക്ക് വല്ലാത്ത ഇമോഷണലായി താൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്റ്റാൻലി ജോസഫിനും വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. അത്രയ്ക്കും പറയണ്ടില്ലായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിനും തോന്നുകയാണ്. അദ്ദേഹം അലീനയോട് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. പപ്പയോട് സീരിയസ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, ഇപ്പോഴല്ല, ഞാനത് പിന്നെ പപ്പയെ വിളിച്ചോളാം എന്നുകൂടി അലീന പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ടാനിയയ്ക്കും ടോണിയയ്ക്കും പെട്ടെന്നൊരു ടെൻഷൻ കയറി. ചേച്ചീനി അവൻ്റെ കാര്യങ്ങളൊക്കെയാണോ പപ്പയോട് പറയാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സുകൊണ്ട് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും സ്റ്റാൻലി അലീനയെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് പറയാം, അതിനു മുമ്പ് ഇവിടെ ഇവരെ കൊണ്ടുവന്ന് പപ്പയെ കാണിക്കണ്ടേ, അതിനൊരു മാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ അടുത്ത കളി ഇനി പപ്പ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് കൂടി അലീന തമാശയ്ക്ക് തന്നെ ഇങ്ങനെ പപ്പയോട് പറയുന്നുണ്ട്. അപ്പോൾ പപ്പ പറയാണ്, നിൻ്റെ കളികളൊക്കെ ഒരല്പം കൂടുന്നുണ്ട്, എങ്കിലും നിൻ്റെ ഈ കളികളൊക്കെ എനിക്കങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു എന്നുകൂടി അലീനയോട് സ്റ്റാൻലി വളരെ കുസൃതി രൂപേണ പറയുകയാണ്. വല്യപ്പച്ചൻ അപ്പോൾ അലീനയോട് ചോദിക്കുകയാണ്, എന്താണാവോ ഇനി അടുത്ത തന്ത്രങ്ങൾ? അതൊക്കെയുണ്ട് എൻ്റെ വല്യപ്പച്ച, തന്ത്രങ്ങളും അടവുകളൊക്കെ കാണാൻ തയ്യാറായിട്ട് തന്നെ നിങ്ങളെ നോക്കിയിരുന്നോ, അതൊക്കെ നമുക്ക് കാണിച്ചു തരാന്നേ എന്നുകൂടി അലീന ഒരു കള്ളച്ചിരിയോടുകൂടി പറയുകയാണ്. തൻ്റെ സഹോദരിമാരെ രണ്ടുപേരെയും ചേർത്തി നിർത്തിക്കൊണ്ട് തന്നെ അലീന പറയുന്നുണ്ട്, ഇനിയേ നമുക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണ്, നിങ്ങൾ ഇനി ഒരുപാട് വിഷമിക്കൊന്നും ചെയ്യരുത് കേട്ടോ, നിങ്ങൾക്ക് എന്തിനും ഏതിനും കൂട്ടിന് ഞാനുണ്ടാകും. നിങ്ങൾ കുറച്ച് മുമ്പ് മനസ്സുകൊണ്ടെങ്കിലും ചിന്തിച്ചില്ലേ ഇതെല്ലാം കഴിച്ചു വെച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകുമെന്ന്? ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഇനി നിങ്ങളാണ് എൻ്റെ ലോകം. നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞാലും ഒരിക്കലും നിങ്ങളെ ഞാൻ തള്ളിക്കളയില്ല എന്നുകൂടി അലീന പറയുകയാണ്. അപ്പോഴേക്കും സഹോദരിമാർ രണ്ടുപേരും ചേച്ചിയെ ഇങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ട് നിൽക്കുന്ന വല്യപ്പച്ചനും ടോജോയ്ക്കും വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. വല്യപ്പച്ചൻ ചെന്ന് ടോജോയെയും വല്യപ്പച്ചൻ ചെന്ന് ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വളരെ സന്തോഷപൂർവ്വം ഇങ്ങനെ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ശുഭരാത്രി.